പ്രേഷിതവാഹിനി വന്നിരാ പുതിയതൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാ ഉണരു യുവതയെ നീ ഒന്നിച്ചൊന്ന ചേരാം സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം ഉൽപ്പത്തി, പുറപ്പാട്, മത്തായി, ലൂക്ക, യോഹന്നാൻ, മത്തായി. ഇല്ലില്ല മത്തായി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു. മത്തായി ഞാൻ കേട്ടൊന്നുമില്ല, പറഞ്ഞു. ഓഡിയൻസ് നിങ്ങൾ കേട്ടില്ലേ? മത്തായി ഞാൻ പറഞ്ഞില്ലേ? അന്ന് പാർട്ടിസിപ്പൻസിന് ഈ ഗെയിം കൊടുക്കാല്ലേ ഇന്ന്? കൊടുക്കാം. നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അതെ. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാൻഡോ മിഷൻ ക്രിസ്റ്റ്യൻമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഒത്തിരി സമ്മാനങ്ങളുമായി നമ്മുടെ പ്രേക്ഷിത വാഹിനി ഇന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ആദ്യകാല കുടിയേറ്റ കേന്ദ്രങ്ങളിലെ ഒന്നായ ചെമ്പേരി ലൂർദ് മാതാ ഫൊറോന ദേവാലയത്തിന്റെ മുന്നിലാണ്. ഒത്തിരി ആളുകൾ നമ്മുടെ ക്വിസ് ടെയിൻമെന്റിനെ കാത്തിരിക്കുകയാണ്. അതുപോലെ ബാക്കി നിൽക്കുന്ന പാർട്ടിസിപ്പൻസ് കൂടെ. ഇനി നമുക്ക് 2 പാർട്ടിസിപ്പൻസ് ആണ് ബാക്കിയുള്ളത്. 2 പേരെയും നമുക്ക് സ്വാഗതം ചെയ്താലോ? അതെ, 2 പേരെയും വളരെ സ്നേഹത്തോടെ പ്രേക്ഷിത വാഹിനിയുടെ അടുത്തേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നില്ലേ? നമ്മുടെ ഗെയിമാണ്. അതെ, നമ്മളുടെ ഗെയിം, നമ്മൾക്ക് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റാതിരുന്ന ആ ഒരു ഗെയിം നമ്മുടെ ഈ പാർട്ടിസിപ്പൻസിനൊന്ന് കൊടുത്താലോ? കൊടുത്തു നോക്കാം. അവര് ഗെയിമിൽ ആരാ ജയിക്കണേ നോക്കാം. ആരാണോ ജയിക്കുന്നേ ആളെ നമുക്ക് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറ്റാം. അങ്ങനെയാണെങ്കിൽ ആ ഗെയിമിന്റെ റൂൾ പറഞ്ഞു കൊടുക്കാം. പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ മാത്രമേ പറയാൻ പാടൂ. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. റിപ്പീറ്റ് ചെയ്ത ഔട്ടാകും. അതുപോലെ തന്നെ ആലോചിക്കാൻ ടൈം എടുക്കാൻ പാടില്ല. വിത്തിൻ സെക്കൻഡ്സ് ഒരാൾ പറഞ്ഞ് അപ്പോൾ തന്നെ അടുത്ത ആൾ പറയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ജയിക്കുള്ളൂ. അല്ലാത്തവര് ഒരു ചെറിയ പോസ് എങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ഔട്ടാകും. തുടങ്ങാം. സോ ഗെയിം സ്റ്റാർട്ട്സ് നൗ. ആന്റണി തുടങ്ങിക്കോ. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ. ഔട്ട്. ആന്റണി എനിക്ക് തോന്നുന്നു വിട്ടുകൊടുത്താണോ? ആന്റണി അല്ല വിട്ടുകൊടുത്തതല്ല കേട്ടോ. പക്ഷെ ആന്റണിക്ക് എല്ലാം അറിയാം. ചെറിയൊരു ടൈം ഗ്യാപ്പ് വന്നൂന്നുള്ളൂ. നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ അടുത്തായിട്ട് കയറാൻ പോകുന്നത് ആരാ? ഏഞ്ചലീനയാണ് അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. ആന്റണി സീറ്റിലേക്ക് മടങ്ങാം. ആന്റണിക്ക് വേണ്ടി അടുത്ത എപ്പിസോഡ് ഉണ്ട്. നമുക്ക് ഏഞ്ചലീനയെ ഈ എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറ്റാം. ഏഞ്ചലീനയ്ക്ക് വേണ്ടി നല്ലൊരു പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടാലോ? എൻ്റെ പേര് ഏഞ്ചലീന തെരേസ്റ്റോ. ഞാൻ ചെമ്പേരി ഇടവാംഗമാണ്. വീട്ടിൽ പപ്പയും അമ്മയും അനിയനും അനിയത്തിയും വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഉണ്ട്. ചെമ്പേരിയെക്കുറിച്ച് പറയുമ്പം മലയോര മേഖലയിലെ ആദ്യകാല കുടിയേറ്റ ഗ്രാമങ്ങളിൽ ഒന്നാണ് ചെമ്പേരി. ഇപ്പം ചെമ്പേരിയെക്കുറിച്ച് ആദ്യമേ തന്നെ എൻ്റെ മനസ്സിൽ വരുന്നത് ചെമ്പേരി മാതാവിനെ കുറിച്ചാണ്. ഇപ്പം വിളിച്ചാൽ വീട് കേൾക്കുന്ന അമ്മ എന്നാണ് ചെമ്പേരി മാതാവിനെ കുറിച്ച് ഞങ്ങളെല്ലാവരും പറയുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഹോബി ചിത്രരചനയാണ്.
കൂടാതെ ഞാൻ പഠിക്കും, പാട്ടുപാടും, ഡാൻസ് ചെയ്യും. ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ വരയ്ക്കാൻ തുടങ്ങിയതാണ്, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ. എനിക്ക് പറയാനുള്ളത് ദൈവത്തിന് ഒരു അനുഗ്രഹമാണ് എനിക്ക് ഈ കഴിവ് കിട്ടിയത്. ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോഴാണ് അത് പൂർണ്ണമായിട്ട് വളർച്ചയിലെത്തുന്നത്. എനിക്ക് ഈ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് എൻ്റെ ഒരു വരയുടെ ഒരു ലെവൽ ചെറുതായിട്ട് മാറുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടുള്ളത്. കാരണം ഞാൻ കൂടുതലും വരച്ചിരുന്നത് ഈശോയുടെയും മാതാവിൻ്റെ ഒക്കെ ചിത്രങ്ങളാണ്. അപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാനാവും, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് എവിടെയാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഏഞ്ചലിനയുടെ പ്രൊഫൈല് നമ്മൾ കണ്ടു. ഏഞ്ചലിനെയും നമുക്ക് കുറച്ച് കൂടുതലായിട്ട് എന്താ ഹോബീസ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, അതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അവിടെ നിൽക്കട്ടെ, നമുക്ക് ഏഞ്ചലിനെ പ്രേക്ഷിത വാഹനിലായിട്ട് ഇപ്പോൾ കയറിയാലോ? എന്നാ ഓടി കയറിക്കും. ഏഞ്ചലീന, എങ്ങനെയാണ് അവിടെ നിൽക്കുമ്പോൾ എല്ലാ സമ്മാനങ്ങളും കൊണ്ടുപോകണമെന്നുള്ള ആ ഒരു ഉറച്ച ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു ധൈര്യം തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. 4 റൗണ്ടാണ് നമുക്കുള്ളത്. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏത് റൗണ്ടാണ് ആദ്യം വേണ്ടത്? അഡ്ജൻഡസ്. തോമസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. സെന്റ് തോമസ്, മിഷൻ, അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. സെന്റ് തോമസ് ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ളത് ഡയറക്റ്റ് ചോദ്യമായിരിക്കും. ഏതാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്? മിഷൻ ചൂസ് ചെയ്യാം. മിഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. എവിടെ വെച്ചാണ് ആദ്യമായി ശിഷ്യന്മാർ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്? 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അന്ത്യോക്യയിൽ വെച്ച്, അലക്സാൻഡ്രിയയിൽ വെച്ച്, റോമായിൽ വെച്ച്, ജെറുസലേമിൽ വെച്ച്. അന്ത്യോക്യയിൽ വെച്ചെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലിഖിത, ഉത്തരം ശരിയായിരിക്കോ? എനിക്ക് ഉത്തരം അറിയാം, പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. ശരിയായിരിക്കും ഏഞ്ചലീന? ശരിയായിരിക്കും. ഫുൾ കോൺഫിഡന്റ് ആയിട്ടാ പറഞ്ഞത് ശരിയായിരിക്കും എന്നൊക്കെ. എന്നാ ഉത്തരം ചെക്ക് ചെയ്തേക്കാം. നോക്കാം. അന്ത്യോക്യയിൽ വെച്ച് ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, നല്ലൊരു കൈയടി. അപ്പൊ ആദ്യത്തെ ചോദ്യം ശരിയാക്കിയിരിക്കുകയാണ്. ഈ റൗണ്ടിൽ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ആ ചോദ്യം നമുക്ക് നോക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തോമായുടെ നടപടികൾ എഴുതപ്പെട്ട സ്ഥലം ഏത്? ഓപ്ഷൻസ് ഇല്ല, ആലോചിച്ച് പറയേണ്ട ചോദ്യമാണ്. കൊറിന്തോസ് ആണ്. നമ്മളോടൊരു സംശയരൂപേണ ചോദിച്ചിരിക്കുകയാണ്, കൊറിന്തോസ് ആണോ? ഒരു സംശയം ഉണ്ട്, എന്നാലും നമുക്ക് നോക്കാം ആൻസർ ശരിയാണോ നോക്കട്ടെ. വേറെ ഏതെങ്കിലും ഉത്തരം പറയാനുണ്ടോ? തിരുത്താനോ? ഒന്നുകൂടി വേണമെങ്കിൽ ആലോചിച്ചോ. എനിക്ക് ഉറപ്പാണെങ്കിൽ നമുക്ക് ആൻസർ നോക്കാം. എഡെസെ എന്നായിരുന്നു സ്ഥലപ്പേര്. കുഴപ്പമില്ല അല്ലേ? എന്തായാലും നമ്മളുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്തായാലും ശരിയാക്കിയിട്ടുണ്ട്. സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഇനി നമുക്ക് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ ഈ റൗണ്ടിൽ ഒരു ഉത്തരം തെറ്റിയത് കാരണം നമുക്ക് സമ്മാനമില്ല, പേടിക്കണ്ട, വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഇനി അടുത്തതിൽ സമ്മാനം കൊണ്ടുപോകാം. ഏഞ്ചലീന, എന്തൊക്കെയാ ഹോബീസ്? ഞാൻ ഡ്രോയിങ് ആണ് എൻ്റെ മെയിനായിട്ടുള്ള ഹോബി. പിന്നെ മ്യൂസിക് ഇഷ്ടമാണ്, പാട്ട് പാടും, പിന്നെ സൈക്ലിംഗ് ഉണ്ട്. ഞാനൊരു കാര്യം കേട്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ ചെമ്പേരി ലൂർദ് മാതാവിന് ഒരു പാട്ടുണ്ട് അല്ലേ? ആ പാട്ടുമായിട്ട് ഏഞ്ചലിനൊരു ബന്ധമുണ്ട്. അതെന്താന്ന് ഏഞ്ചലിന് തന്നെ നമുക്ക് പറഞ്ഞു തരും അല്ലേ? അല്ലേ ഏഞ്ചലീന? ഒന്ന് നമ്മളുടെ ഇവിടെ വന്നിരിക്കുന്ന ഓഡിയൻസിനും എല്ലാവർക്കും വേണ്ടി അതൊന്ന് പറഞ്ഞു കൊടുത്തേ. ചെമ്പേരി മാതാവ് എന്ന് പറയുമ്പോൾ ചെമ്പേരി ആദ്യകാല കുടിയേറ്റ കേന്ദ്രങ്ങളിൽ ഒന്നാണല്ലോ. അപ്പോൾ ഇവിടെ കുടിയേറി വന്ന സമയത്ത് അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെമ്പേരി ഇടവക അതിർത്തികളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് വ്യാപിച്ചു കടന്നിരുന്നു. അപ്പോൾ ഈ സൗകര്യങ്ങൾ കുറവായിരുന്ന ആ സമയത്ത് ജനങ്ങളുടെ ഏക ആശ്രയം എന്ന് പറയുന്ന ചെമ്പേരി മാതാവായിരുന്നു. പിന്നെ ഇടവക ജനങ്ങൾക്ക് ഒരാശ്വാസമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട വൈദികരും. നമ്മുടെ ചെമ്പേരി ഇടവകയുടെ ആദ്യത്തെ വികാരിയായ കുര്യാക്കോസ് കൊടക്കച്ചെറിയച്ചൻ എല്ലാ ആദ്യ ശനിയാഴ്ചകളിലും നമ്മുടെ മാതാവിൻ്റെ നൊവേന ചെല്ലാറുണ്ടല്ലോ.
അപ്പോൾ നൊവേനകളിലൊക്കെ പങ്കെടുക്കാനും കുർബാന കാണാനും അങ്ങനെ ആത്മീയമായിട്ട് നമ്മൾ ദൈവസഹായം ഏറ്റവും കൂടുതലായിട്ട് യാചിക്കാനായിരുന്നു അച്ഛൻ എല്ലാവരോടും പറഞ്ഞിരുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് അയ്യങ്കാനാൽ കുഞ്ഞേട്ടൻ, അതായത് എൻ്റെ വല്യപ്പച്ചൻ്റെ മൂത്ത സഹോദരനാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് കൊടക്കച്ചിറയച്ചൻ കുഞ്ഞേട്ടനോട് മാതാവിൻ്റെ ഒരു പാട്ട് രചിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പം അയ്യങ്കാനാൽ കുഞ്ഞേട്ടൻ രചിച്ച ആ പാട്ടാണ് ഭൂലോകരക്ഷകൻ യേശുവിൻ മാതാവേ എന്ന് തുടങ്ങുന്ന ചെമ്പേരി മാതാവിൻ്റെ ഗാനം. ഞങ്ങൾക്ക് വേണ്ടി എന്തായാലും കുഞ്ഞേട്ടൻ രചിച്ച ആ ഗാനത്തിന്റെ കുറച്ച് വരികൾ ഒന്ന് പാടാമോ? പാടാം. ഭൂലോകരക്ഷകനേശുവിൻ മാതാവേ ഭൂവാസികൾക്കേകാലംബമമ്മേ പാപികളാം ഞങ്ങൾ ചെയ്യുന്നതാകവേ പാവനമാക്കിയരുളണമേ ചെമ്പേരി മധ്യസ്ഥ രക്ഷകലൂർഗമ്മേ അൻപോടെ ഞങ്ങളെ കാത്തിടുവാൻ ആത്മശരീരേന്ദ്രിയങ്ങളും സമ്പത്തും അർപ്പണം ചെയ്യുന്നേൻ ലൂർദുനാഥേ. നാഥേ മറിയമേ നിൻ സുതനോടു നീ നന്മകൾ വാങ്ങിയരുളുവാനും നിത്യ സൗഭാഗ്യം കരഗതമാക്കാനും നന്മ നിറഞ്ഞൊരമ്മേ യാചിക്കുന്നു. പാപികളാം ഞങ്ങൾക്കാശിസഖീലവും പാരാതെ അമ്മയാരുളിടുവാൻ കുമ്പിടുന്നേൻ തവ പാദപങ്കജത്തിൽ ചെമ്പേരി മാതാവേ ലൂർദുനാഥേ. നല്ലൊരു കൈയടി കൊടുത്തേ. നമ്മുടെ ചെമ്പേരി മാതാവിന്റെ പാട്ട് വളരെ ശബ്ദമാധുര്യത്തോടെ നമുക്ക് വേണ്ടി ആലപിച്ച ഏഞ്ചലീന. വല്യപ്പച്ചന്റെ മൂത്ത സഹോദരനായിരുന്നല്ലേ പറഞ്ഞ അയ്യങ്കനാൽ കുഞ്ഞേട്ടൻ? അതെ. ആ തലമുറയുടെ പേരക്കുട്ടിയും വളരെ അടിപൊളിയായിട്ടാണ് വല്യപ്പച്ചൻ രചിച്ച ഗാനം ആലപിച്ചത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ, അടുത്ത റൗണ്ടിലേക്ക് പോകാം. അടുത്തതായി ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? ജെറുസലേം റൗണ്ട്. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യമാണ് ജെറുസലേം റൗണ്ടിലുള്ളത്. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിനും ഒരു ഡയറക്റ്റ് ക്വസ്റ്റിനും ഉണ്ടാകും. ചോദ്യം കണ്ടാലോ? കാണാം. സഭയിലെ രണ്ടാമത്തെ മാർപ്പാപ്പ ആര്? 4 ഓപ്ഷനാണ് നമുക്കുള്ളത്. വിശുദ്ധ ക്ലെമന്റ്, വിശുദ്ധ അലക്സാണ്ടർ, വിശുദ്ധ ലീനൂസ്, വിശുദ്ധ പയസ് ഒന്നാമൻ. നമ്മുടെ സഭയിലെ രണ്ടാമത്തെ മാർപ്പാപ്പ ആരാണെന്നാണ് ചോദ്യം. വിശുദ്ധ ലീനൂസ്. വിശുദ്ധ ലീനൂസ്. ഉത്തരം ശരിയായിരിക്കോ? ശരിയാണോ? ശരിയാണ്. നല്ല പുഞ്ചിരിയോടെ പറയുന്നത്. ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ശരിയാണെന്ന്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. ഓഡിയൻസിനോടെ പറയേണ്ട ആവശ്യമില്ല, അവരപ്പം തന്നെ കൈയടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പ്രോത്സാഹനമുള്ള ഓഡിയൻസ് ആണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അതെ, ഓഡിയൻസ് മാത്രമാണോ, പാർട്ടിസിപ്പൻസും. അപ്പോൾ ഏഞ്ചലിന ഈ ചോദ്യത്തിന് ശരിയായി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞില്ല, ഒരു ചോദ്യം കൂടിയുണ്ട് ഈ റൗണ്ടിൽ. നമുക്ക് ആ ചോദ്യം നോക്കാം. സാർവത്രിക അജപാലകൻ എന്നറിയപ്പെടുന്നത് ആര്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മാർപ്പാപ്പ. മാർപ്പാപ്പ. ഉറപ്പ്? ഉറപ്പ്. ഒട്ടും സംശയമില്ല? ഇല്ല. എന്നാ പിന്നെ ഉത്തരം നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം അല്ലേ? ആൻസർ കറക്റ്റ് ആണ്, പരിശുദ്ധ മാർപ്പാപ്പ. അപ്പൊ ഈ റൗണ്ടിലെ 2 ചോദ്യത്തിനും ഏഞ്ചലിന ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. സമ്മാനം വേണ്ടേ? വേണം. കൊടുക്കാം. ഏഞ്ചലിനയുടെ
റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓഡിയൻസ് റൗണ്ട് ബാക്കി നിൽക്കുന്നുണ്ട്. ആ കാര്യം മറന്നുപോയോ? ചോദ്യം ഇതാണ്. 1947 ഒക്ടോബർ മാസത്തിൽ കോഴിക്കോട് രൂപതയിൽപ്പെട്ട ബഹുമാനപ്പെട്ട ജോസഫ് കിഴക്കുംഭാഗത്തച്ഛൻ ചെമ്പേരിയിൽ ആരുടെ വീട്ടിലാണ് ആദ്യമായി വിശുദ്ധ ബലി അർപ്പിച്ചത്? ഉത്തരം പറഞ്ഞു. ഒരാൾ എണീറ്റു, മറ്റൊരാൾ ഉത്തരവും പറഞ്ഞു. മുന്നോട്ട് വരാം. ഉത്തരം അറിയാവുന്ന ആരാ ആദ്യം ഓടി വരുന്നേ നോക്കട്ടെ. ജോസഫ് പുളിക്കൽ. ഓഡിയൻസിന് വേറെ ആർക്കെങ്കിലും ചേച്ചി ഉത്തരം പറയാൻ വന്നല്ലേ? ശരിയാണത്? ആൻസർ പുളിക്കൽ ജോസഫ്. ശരിയായ ഉത്തരമാണ്. കൈയടിച്ചെന്ന്. പേരെന്താണ്? ആൽഡ്രൻ മരിയ അഗസ്റ്റിൻ. പഠിക്കുകയാണോ? ഏത് ക്ലാസ്സിലാ? 10ൽ. 10ാം ക്ലാസ്സിൽ പഠിക്കാണ്. സമ്മാനം വേണ്ടേ? സമ്മാനം കൊടുക്കാം. ഓഡിയൻസ് റൗണ്ടിന്റെ സമ്മാനവും മേടിച്ചിട്ട് നമ്മളുടെ കുട്ടി പോയിട്ടുണ്ട്. നമുക്ക് 3ാമത്തെ റൗണ്ടിലേക്ക് കടന്നാലോ? ഇനി അടുത്തതായി ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? ജെറീക്കോ. ജെറീക്കോ റൗണ്ട് വിഷ്വൽ റൗണ്ടാണ്. നമ്മളിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യും. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ആ വീഡിയോയിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. വീഡിയോ പ്ലേ ചെയ്തോട്ടെ. ഇടയന്റെ സ്വരവും ഗന്ധവും തിരിച്ചറിയും വിധം ജനങ്ങളെ ക്രൈസ്തവ വിശ്വാസാധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് വളർത്തുവാനും അങ്ങനെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുവാനും MSTയുടെ അജപാലന ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. പ്രവാസി മിഷൻ എടുത്തു പറയേണ്ട മറ്റൊരു സംരംഭമാണ്. പൂനെയിൽ ആദ്യം ആരംഭിച്ച പ്രവാസി മിഷന്റെ ഉജ്ജ്വലമായ പ്രവർത്തനം ഡൽഹി, ബോംബെ, സൂറത്ത്, സിൽവാസ, ഗോവ, ഭോപ്പാൽ, ബറോഡ, ഖത്തർ, ലണ്ടൻ, ചിക്കാഗോ എന്നീ നഗരങ്ങളിലും MST പ്രവാസി മിഷന്റെ സാന്നിധ്യം ചെന്നെത്തി. മിഷൻ പ്രദേശങ്ങളിൽ നാനാജാതി മതസ്ഥർക്കിടയിൽ പരസ്പരം തിരിച്ചറിഞ്ഞും സ്നേഹിച്ചും അംഗീകരിച്ചും ക്രിസ്തു സ്നേഹത്തിൽ ഒന്നായിത്തീർന്ന് മുന്നോട്ട് പ്രവർത്തിക്കാൻ സഹായകമാകുന്ന മതസൗഹാർദ്ദ ശുശ്രൂഷയും സഭാപ്രവർത്തനത്തിന്റെ നേട്ടമാണ്. വീഡിയോ കണ്ടില്ലേ? ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്. MSTയുടെ ആദ്യത്തെ പ്രവാസി മിഷൻ ഏതാണ്? പൂനെ. പൂനെ. ഉറപ്പാണോ? ഉറപ്പാ. നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ശരിയായിരിക്കും. അങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ? ആൻസർ നോക്കാം. പൂനെ. ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിൽ ഒരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ചോദ്യത്തിന് ശരിയായി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സമ്മാനം കൊടുക്കാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം മാത്രം ചോദിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അങ്ങനെ ഒരു കാര്യം ചെയ്യാം. അടുത്ത റൗണ്ടിൽ പോണോ അതോ ഒന്ന് എന്റർടൈൻ ചെയ്യാൻ പോണോ? എന്റർടൈൻമെന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്റർടൈൻമെന്റ് ആയാലോ? എന്നാ നമുക്കൊരു ഡാൻസ് കാണാം. എനിക്ക് ഡാൻസ് കാണാനായിട്ട് ഭയങ്കര ഒരു ആവേശമൊക്കെ ഞാനും തോന്നുന്നു. റെഡി. നിങ്ങൾ ഓഡിയൻസ് റെഡി അല്ലേ? അവരും റെഡി. ആര് ഡാൻസ് കളിക്കാനായിട്ട് വരുന്നേ? ഡാൻസ് കളിക്കാൻ വരുന്നത് ആരാണെന്നോ? നമ്മുടെ ചെമ്പേരി ഇടവകയുടെ ഒരു നർത്തകി. പേര് പറയട്ടെ? പറഞ്ഞോ. സിയാൻ. വളരെ സ്നേഹത്തോടെ നമുക്ക് സിയാനെ സ്വാഗതം ചെയ്യാം. അപ്പൊ ഈ സിറ്റുവേഷൻ ഒന്ന് കൂൾ ആക്കാനായിട്ട് അടുത്തതായിട്ട് സിയാൻ്റെ ഒരു ഡാൻസ് റെഡി അല്ലേ? കൃഷിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. കൃഷിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ.
പ്രേക്ഷിത വാഹിനിയിൽ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ഇനി മാർഗം റൗണ്ട് കൂടിയാണ് ബാക്കിയുള്ളത്. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് മാർഗം റൗണ്ടിലെ ചോദ്യം നോക്കിയാലോ? 2 വിശുദ്ധരാണ് മാർഗം റൗണ്ടിൽ നമുക്ക് നൽകുന്നത്. വിശുദ്ധ ലാസർ ദൈവസഹായം, വാഴ്ത്തപ്പെട്ട റാണി മരിയ. ഏഞ്ചലിനിക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം? റാണി മരിയ. റാണി മരിയെ കുറിച്ച് ഒത്തിരി അറിയാമെന്ന് തോന്നുന്നു. അപ്പൊ വാഴ്ത്തപ്പെട്ട റാണി മരിയ ആണോ ചൂസ് ചെയ്യുന്നത്? അതെ. അപ്പൊ നമുക്ക് ചോദ്യം നോക്കാം. റാണി മരിയ സന്യാസവ്രതം സ്വീകരിച്ചത് എന്ന്. റാണി മരിയ സന്യാസവ്രതം സ്വീകരിച്ചത് എന്ന്. ഏഞ്ചൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വാഴ്ത്തപ്പെട്ട റാണി മരിയ എന്നാണ് സന്യാസവ്രതം സ്വീകരിച്ചതെന്ന്. 1974 മെയ് 14. ഉറപ്പാണോ? വർഷം ഉറപ്പാണ്, ഡേറ്റ് മാസവും തീയതിയും ചെറിയ സംശയമുണ്ട്. ഉറപ്പിക്കാണ് ഈ ആൻസർ? ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ആൻസർ. 1974 മെയ് എന്ന് പറഞ്ഞതുവരെ ശരിയാണ്. പിന്നെ 1 ദിവസത്തിന്റെ മാത്രം ചെറിയൊരു വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. 1974 മെയ്. നമുക്ക് സമ്മാനം കൊടുത്താലോ? അത്രയൊക്കെ ശരിയാക്കിയതല്ലേ. അപ്പച്ചൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പച്ചൻ കൊടുത്തേക്കാനാ പറഞ്ഞേക്കുന്നേ. ഏഞ്ചലിനയുടെ 4 റൗണ്ട് കഴിഞ്ഞു. ഒരു ജനറൽ ചോദ്യം ഉണ്ട്. ഏഞ്ചലിനെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഓഡിയൻസിനായിട്ടുള്ള ചോദ്യം കൊടുക്കാം. അതെ, ആ ചോദ്യം ചോദിച്ചാല് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഉത്തരം പറഞ്ഞ് നമ്മുടെ സമ്മാനം മേടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഓരോരുത്തരും ഇരിക്കുന്നതെന്ന്. അങ്ങനെ തന്നെയാണോ എന്ന് നോക്കാം. ചോദ്യം ഇതാണ്: ഒറോത്ത എന്ന നോവലിലൂടെ ചെമ്പേരിയെ അനശ്വരമാക്കിയ രചയിതാവ് ആര്? ഒരു ചേട്ടനോട് ആദ്യം കൈപൊക്കി ഓടിപ്പോരെ. കുറെ പേര് കൈപൊക്കി കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ചേട്ടനാണ് ആദ്യം ചാടിക്കേറി കൈപൊക്കിയത്. തെറ്റിക്കലേട്ടാ, നാണക്കേടാ. ചാടിക്കേറി ആദ്യം വന്നതാ. കാക്കനാടൻ. ശരിയാണോ? അവിടെ വേറെ ആരൊക്കെയോ കൈപൊക്കിയിരുന്ന്. ശരിയാണോ? എല്ലാരും തലയാട്ടുണ്ട്. പക്ഷെ ഞാൻ പറയണം ശരിയാണോ തെറ്റാണോ. എൻ്റെ ആണല്ലോ ഉത്തരം പറഞ്ഞേക്കാം. ഒറോത്ത എന്ന നോവലിലൂടെ ചെമ്പേരി അനശ്വരമാക്കിയ രചയിതാവ് കാക്കനാടൻ. ശരിയാണോ ഉത്തരം? ഒരു കൈയടി കൊടുത്തേ. അതെ, അതുകൊണ്ടാണ് ഉത്തരം ശരിയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഓടിപ്പോകുന്നത്. തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറി വന്ന ഒരു കഥാപാത്രമാണ് ഒറോത്ത. അപ്പൊ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ് ചേട്ടൻ. നമുക്ക് സമ്മാനം കൊടുക്കാം. അങ്ങനെ ഓഡിയൻസ് റൗണ്ട് അവസാനിച്ചിട്ടുണ്ട്. ഇനി ഏഞ്ചലിനെ കാത്തിരിക്കുന്നത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഇടവകയെയോ അതിരൂപതയെയോ സംബന്ധിച്ചിട്ടുള്ള ആ 7ാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: ചെമ്പേരിയിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് പോയി രക്തസാക്ഷിയായി തീർന്ന ഈശോ സഭ വൈദികൻ ആര്? നമ്മുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. എനിക്കിതൊന്ന് കുറെ പേർക്കൊന്നും അറിയാത്ത ഒരു കാര്യം കൂടെയാണ്. പുതിയൊരു അറിവാണ്. ആൻസർ അറിയാമോ? അറിയില്ല. നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാം. ഇതവിടെ ഒരു ചേച്ചി കൈപോക്കി കഴിഞ്ഞ് ഓടിപ്പോരെ. ചേച്ചി ആദ്യം തന്നെ കൈപൊക്കിയിട്ടുണ്ട്. നമുക്ക് ഉത്തരം ഒന്ന് കേട്ട് നോക്കാം. എന്താണ് ചേച്ചി ഉത്തരം? മണ്ണാവറമ്പിൽ അച്ഛൻ. ചെമ്പേരിയിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് പോയി രക്തസാക്ഷിയായി തീർന്ന ഈശോ സഭ വൈദികൻ ഫാദർ മാത്യു മണ്ണാപ്പറമ്പിൽ. ശരിയാണ് ആൻസർ. നമുക്ക് ചേച്ചിക്ക് സമ്മാനം കൊടുക്കാം. അപ്പോൾ ഏഞ്ചലിനയുടെ 4 റൗണ്ടും ജനറൽ ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. ഏഞ്ചലിന ഒരു ഉത്തരമൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും മെമൻറ്റോ ഇല്ലെന്നേ ഉള്ളൂ. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും ഏഞ്ചലിനയ്ക്ക് ലഭിക്കുന്നതാണ്. സമ്മാനങ്ങളായിട്ട് താഴേക്ക് പോരെ. സമ്മാനങ്ങളായിട്ടാണ് പോയിരിക്കുന്നത്. നല്ലൊരു എനർജറ്റിക് പാർട്ടിസിപ്പന്റ് തന്നെയായിരുന്നു ഏഞ്ചലീന. ഇനി നമുക്ക് അവശേഷിക്കുന്നത് ഒരു പാർട്ടിസിപ്പന്റ് കൂടിയാണ്. പക്ഷെ നമുക്ക് ഇന്ന് പറ്റുമോ? ഇല്ല, നമുക്ക് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യണ്ടേ? ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവിതത്തിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് വേണ്ടി പ്രവർത്തിപ്പിൻ.
ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മെ കാത്തിരിക്കുന്ന നിത്യജീവിതത്തിന് വേണ്ടിയാണ് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം. ഈ ജീവിതത്തിന്റെ തുടർച്ചയും അതിന്റെ പൂർത്തീകരണവും നിത്യജീവനാണ്. അകലം വിട്ട് ഈശോയെ സ്നേഹിക്കുന്നവരുടെ ഈ കാലഘട്ടത്തിൽ അവനോട് കൂടെ ചേർന്ന് നമുക്ക് സ്നേഹിക്കാം, പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാൻഡോ മിഷൻ ക്രിസ്റ്റേമെന്റ്. ദിസ് ഈസ് സിനു, ദിസ് ഇസ് ലിഖിത, സൈനിങ് ഓഫ്. താങ്ക് യു. പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ